70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇനി നിമിഷങ്ങൾ മാത്രം. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ഉച്ചകഴിഞ്ഞ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടക്കും. നെഹ്റു പ്രതിമയിലെ പുഷ്പാർച്ചനയോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുക. മന്ത്രി P. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റിവെക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗമ്യ, കായൽ പൂരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പുന്നമടയുടെ ഇരുകരകളും. കേരളത്തിനകത്തും പുറത്തുനിന്നും അതോടൊപ്പം തന്നെ വിദേശികളടക്കമുള്ളവർ വലിയൊരു പ്രവാഹം തന്നെയാണ് പുന്നമടയുടെ ഇരുകരകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ വലിയൊരു ഒഴുക്കായിരുന്നു. അല്പസമയത്തിനകം തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. അതിനുശേഷമാകും ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുക. ഉദ്ഘാടന സമ്മേളനം മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ചെയ്യുന്നത്. തുടർന്നാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഫൈനൽ മത്സരങ്ങൾ. എന്തായാലും വലിയൊരു ആവേശമാണ്. എന്നോടൊപ്പം രവികുമാർ ഉണ്ട്. രവികുമാർ, എങ്ങനെയുണ്ട് ഒരു കായൽ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും? കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളിവിടെ വലിയ ആവേശത്തിലാണ്. എങ്ങനെയുണ്ട് ആലപ്പുഴയുടെ ഒരു ആവേശം? ശ്രീകുമാർ, ഇത് പുന്നമടക്കായലിന്റെ ഇരു കരകളും ഇപ്പോഴേ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇനിയും അരമണിക്കൂറോളം എടുക്കും. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെയും വെപ്പ് വള്ളങ്ങളുടെയും പ്രാഥമിക തല മത്സരങ്ങളാണ് ഇനി നടക്കേണ്ടത്. ഇരു കരകളും നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. ഓളപ്പരപ്പിൽ ആൾക്കൂട്ടങ്ങൾ കരിനാഗങ്ങളെപ്പോലെ ചീറിപ്പായുന്ന ഒരു അത്ഭുത കാഴ്ച കാണാൻ വേണ്ടിയാണ് ഈ ജനം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി ജലോത്സവം ആഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച നടത്തേണ്ട നെഹ്റു ട്രോഫി ജലോത്സവമാണ് മാറ്റിയത്. അപ്പോൾ വള്ളംകളി മാറ്റിയപ്പോൾ ജനം എത്തുമോ എന്ന കരുതൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം കാറ്റിൽ പറന്നു. വലിയ ജനക്കൂട്ടം ഈ വള്ളംകളി കാണാൻ എത്തിയിട്ടുണ്ട്. ഇവർ പറഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു ആവേശമായിരുന്നു. പക്ഷേ ഈ നടക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു ഇടപെടലാണ് ഇങ്ങനെ ഒരു നെഹ്റു ട്രോഫി. എനിക്ക് തോന്നുന്നു ഈ വർഷം നടക്കുന്ന ഏറ്റവും വലിയൊരു ജലമേള. മറ്റ് ചെറിയ മത്സരങ്ങൾ നടന്നതൊഴിച്ചാൽ നെഹ്റു ട്രോഫി CBL മത്സരങ്ങൾ ഒന്നും നടന്നിരുന്നില്ല. എന്നാൽ നെഹ്റു ട്രോഫിയിൽ ഒരു ആവേശമുണ്ട്. അത് വിദേശീയ, പ്രത്യേകിച്ചും ഒരു ടൂറിസം സീസൺ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിദേശികളുടെ ഒരു ഒഴുക്കുണ്ട്. പ്രത്യേകിച്ചും ഒരു കുട്ടനാടിന്റെ ആവേശം എങ്ങനെയുണ്ട്? കുട്ടനാടിന്റെ വല്ലാത്ത ആവേശമാണ്. കുട്ടനാട് ഇപ്പോൾ ഉണർന്നു കഴിക്കുകയാണ്. നമുക്കറിയാം, പ്രളയത്തിന് ശേഷം നടന്ന വള്ളംകളിയിലും വലിയ ആവേശമുണ്ടായി. ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന വള്ളംകളിയിൽ അതിലേറെ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടനാട്ടിലെ ആബാലവൃത്തം ജനങ്ങൾ ഈ പുന്നമടയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വള്ളംകളി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വള്ളത്തിൽ 100-ലധികം പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ട്രാക്കിലൂടെ 4 ചുണ്ടന്മാർ വരുമ്പോൾ 400-ലധികം പേരാണ് ഒരേ സമയം മത്സരിക്കുന്നത്. ഇത്രയധികം പേർ ഒരേ സമയം മത്സരിക്കുന്ന ഒരു കായിക ഇനം ലോകത്തെങ്ങും കാണുകയില്ല. ശ്രീകുമാർ, കഴിഞ്ഞ തവണത്തെ മത്സരം എന്ന് വെച്ചാൽ വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയൊരു ആവേശ പോരാട്ടമായിരുന്നു. ഏതാണ്ട് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിയപുരം ചുണ്ടൻ വിജയിയായത്. ചമ്പക്കുളത്തെ മൈക്രോ സെക്കൻഡുകളുടെ പിൻബലത്തിലാണ് പിന്തള്ളി. അതുകൊണ്ട് വലിയൊരു ആവേശം. ഇപ്പോൾ ഇക്കുറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വരുന്നത് കാരിച്ചാൽ ചുണ്ടനുമായിട്ടാണ്. കാരിച്ചാൽ ചരിത്രം കുറിച്ച ഒരു ചുണ്ടൻ വള്ളമാണ്. എന്തായാലും വലിയൊരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. എന്തായാലും ആവേശ കാഴ്ചകളുമായി ദൂരദർശനും വലിയ രീതിയിലുള്ള ഒരു സംപ്രേഷണത്തിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ക്യാമറകളും മറ്റുമായി 2 മണി മുതൽ തന്നെ ദൂരദർശൻ തത്സമയം ദേശീയതലത്തിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സൗമ്യ, ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.